ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷ്യൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള 3 ഫലങ്ങൾ: സ്നേഹം, ആനന്ദം, സമാധാനം. അതിനുശേഷം മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ വരുന്ന 3 ഫലങ്ങൾ: ദീർഘക്ഷമ, ദയ, നന്മ. ഇനി നമ്മോട് തന്നെയുള്ള ബന്ധത്തിൽ ഉണ്ടാകേണ്ട ഫലങ്ങൾ, വളർത്തിയെടുക്കേണ്ട, സ്വീകരിക്കേണ്ട ഫലം, അതാണ് നമ്മൾ ഇപ്പോൾ ധ്യാനിക്കുന്നത്. അതിലൊന്നാമത്തേതാണ് വിശ്വസ്തത. വിശ്വസ്തത ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മൂലക്കല്ലാണ്. അത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഫലമാണ്. യേശുവിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ദൈവിക സ്വഭാവമാണ്, ദൈവ സ്വഭാവമാണ് വിശ്വസ്തത. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 22-23 തിരുവചനങ്ങളിൽ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഇപ്പോൾ കർത്താവിൻ്റെ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തത ഉന്നതമാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തത അചഞ്ചലമാണ്, ഒരിക്കലും മാറ്റം വരുന്നതല്ല. ദൈവത്തിൻ്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നതാണ്. അപ്പോൾ വിശ്വസ്തത, ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലം, ദൈവിക ഗുണം നമുക്ക് ലഭിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ദൈവത്തെക്കുറിച്ച് വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുക: വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭവുമായിരിക്കുന്ന ആമേൻ അരുൾ ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും. സ്നേഹമുള്ളവരെ, ദൈവം വിശ്വസ്തനാണ്. കർത്താവായ ഈശോ മിശിഹ വിശ്വസ്തത എന്ന പുണ്യം കൊണ്ട് നിറഞ്ഞിരുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ മോശയെക്കുറിച്ച് വചനം പഠിപ്പിക്കുകയാണ്: മോശ ദൈവത്തിൻ്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നതുപോലെ അവനും തന്നെ നിയോഗിച്ചവനോട് വിശ്വസ്തനായിരുന്നു. അപ്പോൾ സ്നേഹമുള്ളവരെ, മോശ വിശ്വസ്തനായിരുന്നതുപോലെ അവനും തന്നെ നിയോഗിച്ചവനോട് വിശ്വസ്തനായിരുന്നു. അപ്പോൾ സ്നേഹമുള്ളവർ, വിശ്വസ്തത അത് വലിയൊരു കൃപയാണ്, അനുഗ്രഹമാണ്, അഭിഷേകമാണ്, പരിശുദ്ധാത്മാവിൽ നിന്ന് സ്വീകരിക്കുന്ന ഫലമാണ്. ആ ഫലം സ്വീകരിച്ച് നമ്മൾ വിശ്വസ്തതയിൽ വളരേണ്ടതുണ്ട്. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്, നമ്മളെല്ലാവരും കാര്യസ്ഥരാണ്. ദൈവം നമ്മളെ കാര്യസ്ഥരാക്കിയിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവം നമുക്ക് പല ദാനങ്ങൾ നൽകിയിട്ടുണ്ട്, പല അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, ചില സാഹചര്യങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ചില വ്യക്തികളെ നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പൗലോസ്ലീഹ പറയാണ്, കാര്യസ്ഥർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ. ദൈവത്തിൻ്റെ ദാനങ്ങളുടെ കാര്യസ്ഥർ എന്ന നിലയിൽ വചനം പറയാണ്, കാര്യസ്ഥന്മാർ, ഓരോരോ കാര്യങ്ങൾ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ഓരോ വ്യക്തിക്കും വിശ്വസ്തത കൂടിയേ തീരും. അപ്പോൾ വിശ്വസ്തത, ഈ വലിയൊരു കൃപ നമുക്ക് ലഭിക്കുവാൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മളിൽ വന്നറിയാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 4-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്: ഓരോരുത്തനും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിൻ്റെ വിവിധ ദാനങ്ങളുടെ കാര്യസ്ഥനെന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദാനം വിശ്വസ്തതയോടെ നമ്മൾ കൈകാര്യം ചെയ്യണമെന്ന് പത്രോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ വളരെ മനോഹരമായിട്ട് 3-ാം അധ്യായം 3-4 തിരുവചനങ്ങളിൽ വചനം പഠിപ്പിക്കുകയാണ്. ബന്ധങ്ങളിൽ ഉണ്ടാകേണ്ട വിശ്വസ്തതയെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്: കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ, കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ, അവയെ നിന്റെ കഴുത്തിൽ ധരിക്കുക, ഹൃദയ ഫലകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെ നീ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയും സൽകീർത്തിയും നേടും. അപ്പോൾ വിശ്വസ്തതയ്ക്കുള്ള പ്രാധാന്യം ദൈവത്തിൻ്റെ വചനം നമ്മൾ ഓർമ്മിപ്പിക്കണം. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വസ്തത വളരെ ശക്തമായിട്ട് നമുക്കുണ്ടാകണമെന്ന് കർത്താവ് വചനത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്.
വിശ്വസ്തരായിട്ട് ജീവിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പ്രതിഫലം ലഭിക്കും. ദൈവം അവരെ അനുഗ്രഹിക്കും. അതാണ് മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 21 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ സ്നേഹമുള്ളവരെ, വിശ്വസ്തത, ദൈവത്തിൽ നിറഞ്ഞു നിന്നിരുന്ന വിശ്വസ്തത, ഈശോയിൽ നിറഞ്ഞു നിന്നിരുന്ന വിശ്വസ്തത എന്ന ഈ പുണ്യം, ഈ കൃപ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. പരിശുദ്ധാത്മാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചും നമ്മൾ ഈ വിശ്വസ്തതയിൽ വളരേണ്ടതുണ്ട്. അപ്പോൾ വിശ്വസ്തതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ വിശ്വസ്തത പാലിച്ചേ പറ്റൂ. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വസ്ത പാലിച്ചേ പറ്റൂ. കാര്യസ്ഥന്മാർക്ക് വിശ്വസ്ത കൂടിയേ തീരും. അപ്പം നമ്മുടെ അനുദിന ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എന്തുമാത്രം വിശ്വസ്തത പാലിക്കുന്നുണ്ട്. ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഒത്തിരിയേറെ വൗസ്, പ്രോമിസസ് ഒക്കെ എടുക്കുന്നുണ്ട്. ദൈവത്തിന് മുമ്പിൽ ഒത്തിരിയേറെ പ്രതിജ്ഞകൾ നമ്മൾ എടുക്കുന്നുണ്ട്, തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്. ഓരോ കുമ്പസാരം കഴിയുമ്പോഴും കുറേ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്, പ്രതിജ്ഞകൾ നമ്മൾ എടുക്കുന്നുണ്ട്. ഈ പ്രതിജ്ഞകളിൽ അല്ലെങ്കിൽ ഈ തീരുമാനങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങളിൽ, ദൈവത്തിന് കൊടുക്കുന്ന വാഗ്ദാനങ്ങളിൽ നമ്മൾ എന്തുമാത്രം വിശ്വസ്തനാണ്, വിശ്വസ്തത പാലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ കൂടി വിശ്വസ്തയിൽ ഞാൻ വളരാനുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം രണ്ടാമതായിട്ട് മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എന്തുമാത്രം വിശ്വസ്തരാണ്. ഇന്നത്തെ ലോകത്തിലേക്ക് കടന്നു ചെന്നാൽ വിശ്വസ്തത പലയിടങ്ങളിലും നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കുടുംബ ബന്ധങ്ങളിൽ വരുന്ന വലിയ തകർച്ചയ്ക്ക് കാരണം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വിശ്വസ്തത കുറയുന്നു, പരസ്പരമുള്ള വിശ്വസ്തത കുറയുന്നു. അതെ, ഒത്തിരിയേറെ കുടുംബ കലഹങ്ങളും പ്രതിസന്ധികളും കൊലപാതകങ്ങളും ഉപേക്ഷിച്ചു പോകലും ഇറങ്ങിപ്പോകലും ഒക്കെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്നു. അതിൻ്റെ കാരണം എന്താണ്? ദാമ്പത്യ ജീവിതത്തിൽ അവിശ്വസ്തത, ജീവിത പങ്കാളിയോട് വിശ്വസ്തത പാലിക്കുവാൻ സാധിക്കുന്നില്ല. ഇനി മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം നമ്മൾ നോക്കിയാൽ, മാതാപിതാക്കൾ മക്കളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു, അവർക്ക് ആവശ്യമായിട്ടുള്ള പണം നൽകുന്നു, പഠിപ്പിക്കുന്നു, അവരെ ശുശ്രൂഷിക്കുന്നു, ചികിത്സിക്കുന്നു. മക്കൾക്ക് മാതാപിതാക്കളോട് വിശ്വസ്തത പാലിക്കേണ്ടതുണ്ട്. പക്ഷേ പല മക്കളും കുറച്ചൊക്കെ വളർന്നു കഴിയുമ്പോൾ മാതാപിതാക്കളിൽ നിന്ന് പലതും മറച്ചു വയ്ക്കുന്നു, മാതാപിതാക്കളോട് അവിശ്വസ്തത കാണിക്കുന്നു, മാതാപിതാക്കൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങളിൽ അവർ അവിശ്വസ്തത കാണിക്കുന്നു, മാതാപിതാക്കൾക്ക് കൊടുത്തിട്ടുള്ള വാക്കുകളിൽ അവർ അവിശ്വസ്തത കാണിക്കുന്നു, പല വിധത്തിൽ അവിശ്വസ്തത കാണിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജോലി മേഖലയിൽ നമ്മൾ വിശ്വസ്തത കാണിക്കേണ്ടതുണ്ട്. അവിശ്വസ്തത പലയിടങ്ങളിലും കയറി വരുന്നു. നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴും പഠന മേഖലകളിലും വിശ്വസ്തനായിരിക്കേണ്ടതുണ്ട്. വിശ്വസ്തത, അതെ. അപ്പോൾ സ്നേഹമുള്ളവർ, വിശ്വസ്തത അത് വലിയൊരു അനുഗ്രഹമാണ്. പരിശുദ്ധാത്മാവിൽ നമുക്ക് കിട്ടേണ്ട ഒരു അനുഗ്രഹമാണ് വിശ്വസ്തര. അപ്പോൾ നമ്മളോട് കോപ്പി അടിക്കരുത് എന്നൊക്കെ, പരീക്ഷയ്ക്ക് കോപ്പി അടിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസ്തതയാണ് അതിലുള്ളത്. അത് ദൈവത്തോടും നമ്മൾ പരീക്ഷ എഴുതുന്ന സ്ഥാപനത്തോടും ഒക്കെ ഉള്ളൊരു വിശ്വസ്തതയാണ്. ആ വിശ്വസ്തത നമുക്ക് ഇല്ലാതെ പോകുന്നു തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിന്ന് ഈ വിശ്വസ്തത നമ്മൾ നിറയേണ്ടതുണ്ട്, സ്വീകരിക്കേണ്ടത്. ഭരണാധികാരികളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അധികാരം കൈകാര്യം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വസ്തത കൂടിയേ തീരും. ലോകരാജ്യങ്ങളിൽ എത്രയോ അധികാരികൾ അവരവരുടെ സ്വാർത്ഥ മോഹങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നു, അവർക്ക് വിശ്വസ്തത ഇല്ലാതെ പോകുന്നു. അല്ലെങ്കിൽ ഭരണാധികാരികൾ രാജ്യത്തിൻ്റെ സമൃദ്ധിക്കും രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം കുടുംബത്തിൻ്റെ വളർച്ചയ്ക്കും സ്വന്തം കാര്യത്തിനും വേണ്ടി പ്രവർത്തിച്ച് വിശ്വസ്തരല്ലാതെ, ജനങ്ങളോട് വിശ്വസ്തരല്ലാതെ, ലോകത്തോടും രാജ്യത്തോടും വിശ്വസ്തരല്ലാതെ പ്രവർത്തിക്കുന്ന എത്രയധികം ആളുകളാണ് ഉള്ളത്. പല രാജ്യങ്ങളും ഉയർന്നു വരാത്തതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഇവിടെ വിശ്വസ്തത വലിയൊരു പുണ്യമാണ്. അത് നമ്മളിൽ നിറഞ്ഞു നിൽക്കേണ്ടതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ വിശ്വസ്തത നമ്മളിൽ വന്ന് നിറയാൻ, ഈ ലോകത്തിൽ നിറയാൻ, എല്ലാവരിലും നിറയാൻ, കുടുംബങ്ങളിൽ നിറയാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തുടർന്നു വരുന്ന ആരാധനയിൽ, ഓ പരിശുദ്ധാത്മാവേ, വിശ്വസ്തത കൊണ്ട്, വിശ്വസ്തത എന്ന പുണ്യം കൊണ്ട്, ഫലം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.
ഈശോ എഴുന്നള്ളു നീ നിമിഷം എത്ര മോഹനം ആത്മാവിൽ പൂമഴയായി സ്വർഗനാഥനെന്നിൽ ആഗതനായി സാഷ്ടാംഗം പ്രണമിച്ചിടാൻ എൻ്റെ ജീവിതം തരുന്നു ഞാൻ. ഈശോ എഴുന്നള്ളു നീ നിമിഷം എത്ര മോഹനം ആത്മാവിൽ പൂമഴയായി സ്വർഗനാഥനെന്നിൽ ആഗതനായി സാഷ്ടാംഗം പ്രണമിച്ചിടാൻ എൻ്റെ ജീവിതം തരുന്നു ഞാൻ. ഈശോയേ ആരാധന, ഈശോയേ ആരാധന, ഈശോയേ ആരാധന, ഈശോയേ ആരാധന, ഈശോയേ ആരാധന, ഈശോയേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, മനുഷ്യമക്കളോടൊപ്പം ആയിരിക്കുവാനുള്ള ഈശോയുടെ വലിയ ആഗ്രഹത്തിൻ്റെ അടയാളമായി തിരുവോസ്തിരൂപനായി ദിവ്യകാരുണ്യമായി ഈശോ നമ്മുടെ അരികിലേക്ക് കടന്നു വരികയാണ്. ഈശോയുടെ ആഗ്രഹം നമ്മോടൊപ്പം ആയിരിക്കുവാനും നമ്മളെ സ്നേഹിക്കുവാനും നമ്മുടെ സ്നേഹം സ്വീകരിക്കുവാനും നമ്മൾ അനുഗ്രഹിക്കുവാനും നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കുവാനും നമ്മോടൊപ്പം ആയിരിക്കുവാനാണ്. നമ്മോടൊപ്പം ആയിരിക്കുവാനും കടന്നു വന്നിരിക്കുന്ന ഈശോ ഈ പരിശുദ്ധമായ ആരാധനയിൽ നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും അനുഗ്രഹിക്കുന്നതിനായി ഈശോയുടെ കരങ്ങളിൽ നമ്മുടെ നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നൽകുന്ന ഫലമായ വിശ്വസ്തതയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ്. യേശുക്രിസ്തുവിൽ നിറഞ്ഞു നിന്നിരുന്ന വലിയ ഒരു പ്രത്യേകതയാണ് വിശ്വസ്തത. ദൈവത്തിൻ്റെ ഈ ഗുണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായി കാണുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. വിശ്വസ്തരായിരിക്കുവാൻ, വിശ്വസ്തതയിൽ വളരുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലം കൊണ്ട് നിറയാൻ നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ ഇപ്രകാരം വചനം പറയുന്നു: അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഓരോ പ്രഭാതത്തിലും അവിടുത്തെ സ്നേഹം പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നതും അചഞ്ചലുമാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ വചനം പറയുന്നു: വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭവുമായിരിക്കുന്ന ആമേൻ അരുളി ചെയ്യുന്നു. കർത്താവ് വിശ്വസ്തനായിരുന്നു. പിതാവായ ദൈവം വിശ്വസ്തനായിരുന്നു. പുത്രനായ യേശു വിശ്വസ്തമായൊരു ജീവിതം നയിച്ച് നമുക്ക് വലിയൊരു മാതൃക നമുക്ക് കാണിച്ചു തന്നു. അതേ സ്നേഹമുള്ളവരെ, ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ വിശ്വസ്തരായിരിക്കുവാൻ, ദൈവം ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യസ്ഥരാണ് നമ്മൾ ഓരോരുത്തരും.
കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ എന്ന വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, അതോടൊപ്പം പരീക്ഷിക്കപ്പെടുമ്പോഴും വിശ്വസ്തരായിരിക്കുവാൻ നമുക്ക് വലിയൊരു വിളിയുണ്ട്. ദൈവം നൽകുന്ന, പരിശുദ്ധാത്മാവ് നൽകുന്ന വിശ്വസ്തത എന്ന ഈ ഫലം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. കുടുംബജീവിതത്തിൽ വിശ്വസ്തതയുണ്ടാകണം. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ വിശ്വസ്തതയുണ്ടാകുമ്പോഴാണ് ഒരു കുടുംബം വിജയിക്കുന്നത്. അധികാരികൾക്ക് വിശ്വസ്തതയുണ്ടാകണം. അവരേൽപ്പിച്ചിരിക്കുന്നവരുടെ മേൽ, അവരുടെ ഉത്തരവാദിത്തങ്ങളുടെ മേൽ. രാഷ്ട്രീയ അധികാരികൾക്ക്, ഭരണാധികാരികൾക്ക് വിശ്വസ്തത വേണം. ദൈവം തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിൻ്റെ മേൽ, ജനത്തിൻ്റെ മേൽ വിശ്വസ്തത കൂടിയേ തീരൂ. ദൈവത്തിൻ്റെ മുമ്പിൽ വ്രതങ്ങൾ എടുക്കുന്നവർക്ക്, പ്രോമിസസ് എടുക്കുന്നവർക്ക്, വാഗ്ദാനങ്ങൾ ദൈവത്തിന് നൽകുന്നവർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന വിശ്വസ്തത എന്ന ഫലം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. കുടുംബ ബന്ധങ്ങൾ വളരാൻ നമുക്കറിയാം, ഒത്തിരിയേറെ അവിശ്വസ്തത കുടുംബ ബന്ധങ്ങളിൽ കടന്നു വരുന്നു. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്തിനോട് നമുക്ക് വിശ്വസ്ത പുലർത്തണം. അതെൻ്റെ കുടുംബത്തിനും, എൻ്റെ ഭാര്യയ്ക്കും, എൻ്റെ മക്കൾക്കുമുള്ളതാണ്. ദുശീലങ്ങൾക്കും മദ്യപാനത്തിനും ലഹരി വസ്തുക്കൾക്കും നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ അവിശ്വസ്തരായിത്തീരുന്നു. വിശ്വസ്തത, കുടുംബത്തോട് വിശ്വസ്തത വേണം. ദൈവം നമുക്ക് തരുന്ന സമ്പത്തിനോട് വിശ്വസ്തത വേണം. അതോടൊപ്പം മറ്റുള്ളവരോട് വിശ്വസ്തരായിരിക്കണം. ദൈവം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികളിൽ വിശ്വസ്ത പാലിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ ഫലം വളരെ പ്രധാനപ്പെട്ടതാണ്, വിശ്വസ്തത എന്ന ഈ പുണ്യം. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, 3-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ, കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ, അവയെ നിന്റെ കഴുത്തിൽ ധരിക്കുക, ഹൃദയ ഫലകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെ നീ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയും സൽകീർത്തിയും നേടും. അതോടൊപ്പം വിശ്വസ്തരായിരിക്കുന്നവർക്ക് വലിയ പ്രതിഫലം നൽകും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, വിശ്വസ്തനായ ഭൃത്യ, കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ. സ്നേഹമുള്ളവർ, ഈ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ നിറയട്ടെ. ഈശോയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഈ വിശ്വസ്തത, പിതാവായ ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, ദാമ്പത്യ ജീവിതങ്ങളിൽ എല്ലാം നിറയട്ടെ. ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നിറയട്ടെ, ഭരണാധികാരികൾ നിറയട്ടെ, രാജ്യങ്ങളിൽ നിറയട്ടെ. ദൈവമേ, ഞങ്ങളെ വിശ്വസ്തതയുള്ളവരാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഈ ഗാനത്തോട് ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ അഭിഷേകവും പുതിയ ശക്തിയും കൃപയും നിറയാൻ നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലെൻ ദേശമുണരും. ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ, ഞാൻ ഉണർന്നാലെൻ ദേശമുണരും. ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ, ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. പരിശുദ്ധാത്മാവേ, ഫലമായ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ വിശ്വസ്തത കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണം. എല്ലാ കുടുംബാംഗങ്ങളെയും നിറയ്ക്കണം. എല്ലാ ദമ്പതികളെയും നിറയ്ക്കണം. എല്ലാ മക്കളെയും നിറയ്ക്കണമേ. ലോകരാജ്യങ്ങൾക്ക്, അധികാരികൾക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന വിശ്വസ്തത എന്ന ഫലം ലഭിക്കട്ടെ. എൻ ഭവനമാകും ജെറുസലേമും ഉണരും, ആത്മാവാൽ ഉണരും. എൻ സഭയാകും ജെറുസലേമും ഉണരും, ആത്മാവാൽ ഉണരും.
എൻ ഭവനമാകും ജെറുസലേമും ഉണരും, ആത്മാവാൽ ഉണരും. എൻ സഭയാകും ജെറുസലേമും ഉണരും, ആത്മാവാൽ ഉണരും. ഞാൻ ഉണർന്നാലും ദേശമുണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലും ദേശമുണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലും ദേശമുണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലും ദേശമുണരും. ഉണർത്തണമേ ഉണർത്തണമേ. പരിശുദ്ധാത്മാവേ, എല്ലാവരും ഉണർത്തണമേ. എല്ലാ ഭരണാധികാരികളും, എല്ലാ രാജ്യങ്ങളിലും, പരിശുദ്ധാത്മാവേ, എല്ലാ ദമ്പതികളിലും വന്നറിയണം. പരിശുദ്ധാത്മാവേ, എല്ലാ മക്കളിലും വന്നറിയണം. പരിശുദ്ധാത്മാവേ, എല്ലാ വൈദിക സന്യസ്തരിലും വന്നറിയണം. തിരുസഭയിൽ വന്നറിയണം. പരിശുദ്ധാത്മാവേ, വലിയ അഭിഷേകമായി, വലിയ കൃപയായി നിറയണം. പരിശുദ്ധാത്മാവേ, കടന്നു വരണം. അഭിഷേകം നിറയണം. അഭിഷേകം നിറയണം. ശക്തി നിറയട്ടെ. സൗഖ്യമുണ്ടാകട്ടെ. ഉണർവ് ലഭിക്കട്ടെ. കൃപ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. എല്ലാ രോഗികളും സുഖപ്പെടട്ടെ. യേശുനാമത്തിൽ, 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 യേശുനാമത്തിൽ അനുഗ്രഹം, യേശുനാമത്തിൽ സൗഖ്യം, യേശുനാമത്തിൽ അഭിഷേകം, യേശുനാമത്തിൽ അഭിഷേകം, യേശുനാമത്തിൽ അഭിഷേകം, യേശുനാമത്തിൽ അഭിഷേകം, യേശുനാമത്തിൽ അഭിഷേകം, യേശുനാമത്തിൽ അഭിഷേകം. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവ് നൽകുന്ന വിശ്വസ്തത എന്ന പുണ്യം, ഫലം നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നറിയാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഒത്തിരിയേറെ അവിശ്വസ്തത കടന്നു വന്നിരിക്കുന്ന ഈ ലോകത്തിൽ, കുടുംബ ബന്ധങ്ങൾ തകരുന്ന ഈ നാളുകളിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത, പരിശുദ്ധാത്മാവ് നൽകുന്ന വിശ്വസ്ത കൊണ്ട് എല്ലാവരും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങും. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരി. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.